ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സുഗമ ഹിന്ദി പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കവിതാംശ് പഠേ. കവിതാംശ് പഠേ എന്ന് പറഞ്ഞാൽ കവിത വായിച്ചു നോക്കുക. ഓർ പ്രശ്നമൊക്കെ ഉത്തറിലേക്ക്. പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം, ക്വസ്റ്റ്യൻസ്. അതിനാണ് പ്രശ്നം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകുക, ആൻസർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കൂ. പ്യാരെ പ്യാരെ ചന്ദാ മാമ. പ്യാരെ പ്യാരെ ചന്ദാ മാമ. ചന്ദാ മാമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മൂണാണ്, ചന്ദ്രനെയാണ് ചന്ദാ മാമ എന്ന് പറയുന്നത്. ഓക്കെ. ഗോലെ ഗോലെ ചന്ദാ മാമ, ആവോ ആവോ ചന്ദാ മാമ, ഖേലോ ഖേലോ മേരെ സാത്ത്. അപ്പോൾ ചന്ദാ മാമനോട് എൻ്റെ കൂടെ കളിക്കാൻ വാ എന്നൊക്കെ പറയുന്നൊരു കവിതയാണ്. ഇപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. സമാൻ ധ്വനിവാലെ ശബ്ദ ലിഖേ. ഒരേ ശബ്ദത്തിൽ വരുന്ന വാക്കുകൾ എടുത്തെഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പ്യാരെ പ്യാരെ, നമുക്ക് ആദ്യം തന്നെ എന്തെഴുതാം? പ്യാരെ പ്യാരെ. അതൊരുപോലെ വരുന്ന വേർഡുകളല്ലേ. അപ്പോൾ നമുക്ക് പ്യാരെ പ്യാരെ ആദ്യത്തെ ആ വേർഡ് അങ്ങോട്ട് എഴുതാം. പിന്നെ നമുക്ക് എന്തെഴുതാം? ഗോലെ ഗോലെ എന്ന് എഴുതാം. അതും നമ്മൾ അവിടെ നോക്കിയിട്ട് തെറ്റാതെ എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഗോലെ ഗോലെ ഈ ഒരു ലൈനിൽ എഴുതുക. പിന്നെ അടുത്തത് ആവോ ആവോ, അത് മൂന്നാമത്തെ ലൈനിൽ എഴുതുക. പിന്നെ അടുത്തത് ഖേലോ ഖേലോ, അത് ഇവിടെ നാലാമത്തെ ലൈനിൽ എഴുതുക. അക്ഷരത്തെറ്റില്ലാതെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടി. ഓക്കെ. ഇവിടെ വളരെ സിമ്പിളാണ്. നമ്മൾ ചോദ്യം നല്ലവണ്ണം വായിച്ച് നോക്കുക. ചോദ്യത്തിൽ തന്നെ മിക്കവാറും എല്ലാ ആൻസറും ഉണ്ടായിരിക്കും. അപ്പം പ്യാരെ പ്യാരെ അത് നമ്മൾ എടുത്തെഴുതി. ഇനി കവിതാംശയ്ക്ക് ലിയേ ശീർഷക്. ഇനി ഇതിനൊരു ടൈറ്റിൽ കൊടുക്കണം. അപ്പം നമ്മളിത് എന്തിനെ കുറിച്ചാണ് നമ്മളിത് പറഞ്ഞിരിക്കുന്നത്? ചന്ദാ മാമയെ കുറിച്ചാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ചന്ദാ മാമ എന്ന ടൈറ്റിൽ കൊടുക്കുക. ചന്ദാ മാമയും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ചന്ദാ മാമ. അപ്പോൾ ടൈറ്റിൽ എന്താണ്? ചന്ദാ മാമ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി അടുത്തത് താലിക വരെ. ജംഗലി ഓർ പാൽത്തു ജാൻവറൊക്കെ ചുൻകർ ലിഖേ. ഓക്കെ. അപ്പം നമുക്ക് ജംഗലി ജാൻവർ, പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാലൊക്കെ നമുക്കറിയാം അല്ലേ. ജംഗലി എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾ. ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാൻവർ എന്ന് പറഞ്ഞാൽ ആനിമൽസ് ആണ്. ഇപ്പം കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളും പാൽത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും. അപ്പം ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ വൈൽഡ് ആനിമൽസ്, പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ആനിമൽസ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ അരുമകൾ അല്ലേ, നമ്മുടെ പെറ്റ് ആനിമൽസ്. അതിനെയാണ് നമ്മൾ പാൽത്തു ജാൻവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്നു. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ജംഗലി ജാൻവർ, ഏതാണ് പാൽത്തു ജാൻവർ എന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ലോംഡി. ലോംഡി എവിടെയാണ് നമുക്ക് എഴുതേണ്ടത്? ലോംഡി ജംഗിളിൽ ജീവിക്കുന്നതാണല്ലേ. അപ്പോൾ നമുക്ക് ലോംഡി ഇവിടെ എഴുതാം. ഇനി ബില്ലി. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച. പൂച്ച എവിടെയാണ്? നമ്മുടെ വീട്ടിലാണ് പൂച്ച അല്ലേ. ഇനി ഷേർ. ഷേർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? ലയണാണ്. ഷേർ എവിടെയാണ്? ജംഗിളിലാണ് താമസിക്കുന്നത്. ജംഗിളിൽ താമസിക്കുന്നതാണ്, കാട്ടിൽ വസിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഷേറിനെ എവിടെ എഴുതാം? ജംഗലി ജാൻവറിൽ എഴുതാം. ഇനി ബക്കരി, ആട്. ആട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അല്ലേ. അപ്പോൾ നമുക്ക് ബക്കരി എവിടെ? പാൽത്തു ജാൻവറിൽ എഴുതാം. ഇനി ബന്ദർ. ബന്ദർ കുരങ്ങ്. കുരങ്ങ് നമുക്ക് ജംഗലി ജാൻവറിൽ എഴുതാം. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കൂ. ജംഗലി ജാൻവറിൽ നമ്മൾ എന്തെല്ലാം എഴുതി? ഷേർ. ഷേർ എന്ന് പറഞ്ഞാൽ സിംഹം, ലയൺ. ലോംഡി എഴുതി, ബന്ദർ എഴുതി. പാൽത്തു ജാൻവറിൽ നമ്മൾ നമ്മുടെ ബില്ലിയെയും എഴുതി, ബക്കരിയെയും എഴുതി. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച, ബക്കരി എന്ന് പറഞ്ഞാൽ ആട്, കോട്ട്. ഓക്കെ. ഇപ്പോൾ 2 സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് കളേഴ്സ്. അത് നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കളേഴ്സിൻ്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ ഇതെന്താണ്? ചിത്ര ദേഖ് ഹോറർ പ്രശ്നമൊക്കെ ഉത്തരത്തിൽ ചിത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. യേ കിസ്കാ ചിത്ര ഹേ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? ഇത് കണ്ടിട്ട് നമുക്ക് ബാദലാണോ? ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർമേഘം ആണോ? അല്ല. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേർഡ്, പക്ഷിയാണ്. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിയാണ്, ബേർഡാണ്. അപ്പം നമുക്കിതിന് എന്തെഴുതാം?
ചിടിയ എന്നെഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൊടുത്തുക. രണ്ടാമത്താണ് നമ്മുടെ ഓപ്ഷൻ. ഇനി മച്ചിലീനെ നോക്കാം. മച്ചിലി എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്, ഫിഷാണ് മച്ചിലി. ഓക്കെ. ഇനി അടുത്ത ഫൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറാണ് ഫൂൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ മീനിങ് പഠിച്ചിരിക്കണം. ബാദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മേഘമാണ്. ചിടിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേർഡാണ്, പക്ഷിയാണ്. മച്ചിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫിഷാണ്, മീനാണ്. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവറാണ്. ചിലപ്പോൾ ഇനി നമുക്ക് അടുത്ത എക്സാമിന് ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കാം. അപ്പോൾ മച്ചിലി എന്താണ്? മച്ചിലി എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാണ്. ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഇവിടെ സങ്കേത് കെ അനുസാർ ചിത്രക്കോ രംഗതേ. രംഗതേ എന്ന് പറഞ്ഞാൽ എന്താ? കളർ കൊടുക്കാനാണ്. ഫസ്റ്റ് കാലയാണ്, അതായത് ഒന്നാമത്തേത് നമ്മൾ കൊടുക്കേണ്ടത് കാലയാണ്. അപ്പോൾ ഇവിടെ കാല എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് കളർ. പിന്നെ അടുത്ത് രണ്ടാമത്തേന് നമ്മൾ കൊടുക്കേണ്ടത് ഹരയാണ്. ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗ്രീനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തേത് നമ്മൾ എന്ത് കൊടുക്കണം? ഗ്രീൻ കൊടുക്കണം, പച്ച കൊടുക്കണം. അടുത്തത് നീല എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്ലൂ ആണ്. ഓക്കെ. അപ്പോൾ നമ്മളിനി മൂന്നാമത്തേത് ബ്ലൂ കൊടുക്കണം. ഓക്കെ. ഇനി അടുത്തത് ലാൽ നാലാമത്തേത് ലാലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാൽ എന്താണ്? റെഡാണ്. അപ്പോൾ നമുക്ക് റെഡ് കൊടുക്കാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? കാലയല്ലേ? ഫസ്റ്റ് വൺ കാല. അപ്പോൾ നമ്മൾ കാല കൊടുത്തു, കറുപ്പ് കൊടുത്തു, ബ്ലാക്ക്. അപ്പം നിറങ്ങളുടെ പേര് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയും കളറുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉചിത് രംഗത, അതായത് അനുയോജ്യമായ കളർ കൊടുക്കാനാണ്. കളേഴ്സിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശമാണ്. ആകാശം എപ്പോഴും ഏത് കളറാണ് ഉണ്ടാവുക? ബ്ലൂ കളറാണല്ലേ ഉണ്ടാവുക. അപ്പം നമുക്ക് ഇവിടെ നീല എന്ന് കൊടുക്കാം. ഓക്കെ. ആകാശം എന്ത് നമുക്ക് കൊടുക്കാം? നീല എന്ന കളർ കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഖേത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വയലാണ്. വയൽ സാധാരണ എന്ത് കളർ ഉണ്ടാവുക? പച്ച കളറാണ് ഉണ്ടാവുക, അല്ലെ? ഗ്രീൻ കളർ. അപ്പോൾ നമുക്കിവിടെ ഹരയുണ്ട്. ഹര എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ കളറാണ്. അപ്പോൾ നമുക്ക് ഹര ഖേത്ത് എന്ന് എഴുതാം. ഇവിടെയൊക്കെ നിങ്ങൾ പൂരിപ്പിക്കണം കേട്ടോ. ഹര ഖേത്ത് എന്ന് എഴുതാം. ഇവിടെ നീല ആസ്മാൻ എന്ന് എഴുതാം. ഓക്കെ. ഇനി അടുത്ത ഫൂലാണ്. ഫൂല് നമുക്ക് എന്ത് കളർ കൊടുക്കാം? ഫൂല് നമുക്ക് എന്ത് കളർ കൊടുക്കാം? ഓക്കെ. നമുക്ക് ലാൽ ഫൂൽ എന്ന് കൊടുക്കാം. ഓക്കെ. ലാൽ ഫൂൽ എന്ന് കൊടുക്കാം. ഇനി അടുത്ത ബാലാണ്. ബാൽ എപ്പോഴും എന്ത് കളർ ഉണ്ടാവുക? ബാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി എന്ത് കളർ ഉണ്ടാവുക? കാലയാണ്, ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് കാല എന്ന് കൊടുക്കാം. ഇനി നാരങ്ങ എന്ത് കളർ ഉണ്ടാവുക? നാരങ്ങ ചിലപ്പോൾ പച്ച കളർ ഉണ്ടാവാം, ചിലപ്പോൾ ലാൽ കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പീലി എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആസ്മാൻ നീല, ഖേത്ത് ഹര, ഫൂൽ പീലി, ബാൽ നാരങ്ങി ലീല. ഇത് നമുക്ക് തിരിച്ചും മറിച്ചും കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഫൂല് നമുക്ക് വേണമെങ്കിൽ ലാൽ കളർ കൊടുക്കാം, നാരങ്ങ പീലി കളറും കൊടുക്കാം, കുഴപ്പം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ. ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ ഡോഗ് ഉണ്ട്, ഒരു ഗേൾ ഉണ്ട്, ഒരു വീടുണ്ട്, ഒരു മരമുണ്ട്, ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി നമുക്ക് കുറച്ച് ചോദ്യമുണ്ട്. ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ഫസ്റ്റ് ചോദ്യം, കുത്ത കഹാ ഹേ. കുത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നായ. കുത്ത എവിടെയാണ്? കുത്ത എവിടെയാണ്? ഘർ കെ ബാഹർ ഹേ, പേട് പർ ഹേ, മച്ച്ലി ഹേ, ബഗീചെ മേ ഹേ. അപ്പോൾ എവിടെ നമുക്ക് എഴുതാം? കുത്ത ബഗീചെ മേ ഹേ, അല്ലേ? കുത്ത എവിടെയാണ് ഉള്ളത്? ബഗീച ഗാർഡനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത് ഫില്ല് ചെയ്യാം. കുത്ത ബഗീച മേ ഹേ. ഇനി അടുത്ത എന്താണ്? പൗതേമേ ക്യാ ഹേ. ഇവിടെ പൗത എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികളാണ്. ചെടികളിൽ എന്താ ഉള്ളത്? ഫ്ലവേഴ്സ് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് പൗതേമേ എന്തുണ്ട്? ഫൂൽ ഹേ എന്ന് എഴുതാം. ഫ്ലവേഴ്സിന് ഫൂൽ എന്നല്ലേ പറയാറ്. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഫൂൽ ഹേ എന്ന് എഴുതാം. പൗതാമേ ക്യാ ഹേ, ഫൂൽ ഹേ എന്ന് എഴുതാം. ഇനി ലഡ്കി കഹാ ഹേ. ലഡ്കി എവിടെയാണ്? ലഡ്കി ഘർ കെ ബാഹർ ഹേ എന്ന് എഴുതാം. ഇനി നദിമേ ക്യാ ഹേ. നദിയിൽ എന്താ ഉള്ളത്? നദിയിൽ മച്ച്ലിയാണുള്ളത്. ചിടിയ കഹാ ഹേ. ചിടിയ പേട് പർ ഹേ. മരത്തിൻ്റെ മുകളിലാണുള്ളത്. നമുക്കങ്ങനെ യോജിപ്പിക്കാം. ഇനി അടുത്തത് ചിത്രം കാനുസ വാക്യ ലിഖ്.
ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രവും ഇതുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കണം. ഇവിടെ ഫസ്റ്റ് ബിസ്ക്കറ്റ് ഖാന എന്നാണ് കൊടുത്തത്, ബിസ്ക്കറ്റ് തിന്നുകയാണെന്ന്. ഇവിടെ ഇതിലേത് ചിത്രത്തിലാണ് ബിസ്ക്കറ്റ് തിന്നുന്നത്? ബിസ്ക്കറ്റ് തിന്നുന്ന പിക്ചർ ഇതാണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ബിസ്ക്കറ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ബിസ്ക്കറ്റ് ഖാന എന്ന് നമ്മൾ ഇവിടെയാണ് എഴുതേണ്ടത്. ബിസ്ക്കറ്റ് ഖാന, അത് ഇങ്ങോട്ട് നിങ്ങൾ യോജിപ്പിച്ച് എഴുതുക. ഇനി അടുത്തത് കിതാബ് പഠന എന്നാണ്, പുസ്തകം വായിക്കുക. അത് ഇവിടെയല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? കിതാബ് പഠന എന്ന് എഴുതാം. ഇതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതണം. ഇങ്ങനെ യോജിപ്പിച്ചാൽ പോരാ, പരീക്ഷയ്ക്ക് കിതാബ് പഠന എന്ന് ഇവിടെ തന്നെ എഴുതണം. ഓക്കെ, ഇനി അടുത്ത നീതുക്ക് സാത്ത് കേൾന. നീതുവിൻ്റെ കൂടെ കളിക്കാനാണ് ഇഷ്ടം. അതെന്താണ്? അത് ഇവിടെയാണല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. നീതുക്കെ സാത്ത് ഖേൽന എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഇനി അടുത്ത എന്താണ്? പങ്കയ്ക്ക് നീച്ചെ സോന, ഉറങ്ങുകയാണ്, ഫാനിൻ്റെ താഴെ ഉറങ്ങുകയാണ്. അത് രണ്ടാമത്താണ്. അപ്പോൾ നമുക്ക് പങ്കയ്ക്ക് നീച്ചെ സോന എന്ന് ഇവിടെ എഴുതാം. ഇനി അടുത്ത മക്കിക്ക് സേ ലഡ്ന, രണ്ടും ലഡ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണ്? ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത്, മക്കീസെ ലഡ്ന. അപ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യപേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ 5ാം ക്ലാസ് സുഗമ ഹിന്ദി പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. താങ്ക്